ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് എക്സാമിന് നിരവധി ക്വസ്റ്റ്യൻസ് വരാൻ പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ഒരു ചെറിയ തൈ നടുമ്പോൾ. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ഈസ് എ വങ്കാറി മത്തായ്സ് നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച്. ഇതെന്താണ്? വങ്കാറി മത്തായ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയ നോബൽ പ്രൈസ് വിന്നറാണ്. അവരുടെ ഒരു നോബൽ ആക്സെപ്റ്റൻസ് സ്പീച്ചാണ്. വങ്കാറി ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വിമൺ ടു ഗെറ്റ് ദിസ് പ്രൈസ്. അതായത് വങ്കാറി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വുമൺ വെച്ച് ഏറ്റവും ആദ്യ പ്രൈസ് നേടുന്ന, ഈ ഒരു പ്രൈസ് നേടുന്ന ആദ്യ വുമണായിരുന്നു ആര്? വങ്കാറി മത്തായ്. ഷീ ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് അവർ എൻവയോൺമെൻറ്റ്. അവൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രകൃതിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ദ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കാടുകളും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബയോഡൈവേഴ്സിറ്റിൻ്റെ നാശത്തിലേക്കാണ് എത്തിക്കുക. കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഡിഡിൻറ്റ് ഹെൽപ്പ് വിമൺ ടു മീറ്റ് ദ ബേസിക് നീഡ്സ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഒരിക്കലും നമ്മുടെ വിമൺസിൻ്റെ ബേസിക് നീഡ്സ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, എത്തിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ഫാമിംഗ് കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. ട്രീ പ്ലാന്റിംഗ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഓൾ സിമിലർ പ്രോബ്ലംസ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്ക് എന്താണ് ഒരു വഴി? നമുക്ക് ട്രീ പ്ലാന്റിംഗ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഷീ ബിഗാൻ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. അങ്ങനെ വങ്കാറി മത്തായ് എന്ത് ചെയ്തു? 1977 ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീ ബിക്കെയിം എ സിമ്പിൾ ഓഫ് ഡെമോക്രസി ആൻഡ് പീസ് ഇൻ കെനിയ. അങ്ങനെ ആ സമയത്ത് കെനിയയിൽ ഡെമോക്രസിയുടെയും സമാധാനത്തിൻ്റെയും സിമ്പിളായിട്ട് മാറി. ഷീ ടോക്സ് ദ യങ് മാൻ ടു അച്ചീവ് ദ ഡ്രീംസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് യങ്സ്റ്റേഴ്സിന് എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി. നന്നായിട്ട് പഠിക്കാൻ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എഴുതി വെക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ വേർഡ്സിൽ നിരവധി പോയിൻറ്റ്സ് ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി ആഡ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.